ആസ് യൂഷ്വൽ നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജസ് എന്താണെന്ന് നോക്കിയാലോ നമുക്ക്. ആദ്യം തന്നെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ ഉണ്ട് എന്ന്, ഒരു ഹാർട്ട് ബ്രേക്ക് അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നവർ പറയുന്നു. നോക്കാം നമുക്ക് കേട്ടോ, ഫർദർ എന്താണെന്ന് നോക്കാം. തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം, ആങ്സൈറ്റി മൂലം, ഡിപ്രഷൻ മൂലം അവർക്ക് ഇന്നലെ ഉറങ്ങാൻ സാധിച്ചിട്ടില്ല. അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. നിങ്ങൾ ഒന്നുകിൽ ഇവരുടെ അടുത്ത് വഴക്കിട്ടിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം സെപ്പറേറ്റഡ് ആവാമെന്ന് നിങ്ങൾ പറഞ്ഞു കാണും. അതിനെപ്പറ്റി ഓർത്തിട്ട് അവർക്ക് വളരെ വേദനയുണ്ട്. അല്ലെങ്കിൽ ആ തേർഡ് പാർട്ടി അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്നുണ്ട്, അത് ഓർത്ത് അവർ ആങ്ഷ്യസ് ആയിട്ട് ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് വീണ്ടും പ്രബലമായിട്ട് അവിടെ കാണുന്നത്. അവരതിനെപ്പറ്റി വളരെ ബോധേഡാണ് എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ പ്രതി ഹൈലി റെസ്പെക്റ്റോടൊപ്പം തന്നെ സ്നേഹവും, നിങ്ങൾ വളരെ കഴിവുള്ള ഒരാളാണ് എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. അതും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ പ്രതി ഹൈലി അട്രാക്റ്റഡ് ആണ്, നിങ്ങളെ ഒരുപാട് സ്നേഹമാണ് എന്നും അവർ പറയാൻ ആഗ്രഹിക്കുന്നു. തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ആണെങ്കിലും നിങ്ങൾ അവരുടെ മനസ്സിലുണ്ട് എന്ന് അവർ പറയാൻ ആഗ്രഹിക്കുന്നു. ആകെ ഒരു ഒറ്റപ്പെട്ട ഫീലിംഗ് ആണ്, വിഷമമാണ്, നിങ്ങളെ മിസ്സിങ് ആണ് എന്നും ഇവർ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ തന്നെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്നും പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ മാനിഫെസ്റ്റേഷൻസ് ചെയ്യുന്നുണ്ട്, ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നും പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ടാരോ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു ആസ്ട്രോളജി ഒക്കെ ചെയ്യുന്ന ഒരാളായിരിക്കണം, ഹീലർ ആയിരിക്കാം, അതേപോലെ ഒരു ടീച്ചർ ആയിരിക്കാം, അങ്ങനെയൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവർ തന്നെ ഒരു ടാരോ റീഡർ ആയിരിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, അതിനെപ്പറ്റിയൊക്കെ അവർ ഓർക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ടാരോയിൽ അവർ വിശ്വസിക്കുന്നു കേട്ടോ. നിങ്ങളായിരിക്കാം, അവരായിരിക്കാം. ടാരോയിൽ വിശ്വാസമുണ്ട്. അതുമൂലം ഒരു പരിഹാരം എടുക്കാൻ സാധിക്കും എന്നവർ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് നിങ്ങളോട് പറയുന്നു. ക്രോസ് റോഡ് സിറ്റുവേഷൻ തന്നെയാണ്. ഇമോഷൻസ് ഏത് വഴിക്ക് കൊണ്ടുപോകണമെന്നറിയാതെ ഇവരൊന്ന് പകച്ചു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നും ഇവർ വളരെ കാര്യമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ആ സിറ്റുവേഷൻ അവരെ അതിന് അലൗ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഒരേ ഒരു കാർഡ് കൂടെ എടുക്കാം. പക്ഷേ നിങ്ങളെ ഓൺലൈൻ അവർ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മെസ്സേജസ് വരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഫോട്ടോ ഒക്കെ അവരുടെ കൈവശം ഉണ്ടെങ്കിൽ അവർ നോക്കുന്നുണ്ട്. നിങ്ങളുടെ പഴയ മെസ്സേജസ് അവർ നോക്കുന്നുണ്ട് എന്നും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട്. സിറ്റുവേഷൻ അവിടെ മോശമായതുകൊണ്ട് നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല.